الرحيم الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا رسول رب العالمين باب بيان خصال المنافق കപട വിശ്വാസിയുടെ അടയാളം പറയുന്ന അധ്യായം. ഹദീസു അബ്ദുല്ലാഹി ബിൻ ഉമർ, സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ. 4 സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവനിൽ കാപട്യത്തിന്റെ ലക്ഷണമുണ്ട് എന്നല്ല പറഞ്ഞത്, അവൻ തനി കപടനാണ് എന്നാണ്. മുനാഫിഖുൻ ഖാലിസൻ. അപ്പൊ 4 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ മുനാഫിക്കായി പോയി എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ ആരാണ് ഈ മുനാഫിഖ്? 3 തരം മനുഷ്യന്മാരാണ്. ഒന്ന് മുസ്ലിം, മറ്റൊന്ന് കാഫിർ, മറ്റൊന്ന് മുനാഫിഖ്. ഈ ലോകത്തിലുള്ള മനുഷ്യന്മാരെ അല്ലാഹു തആല 3 രൂപത്തിലാക്കിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മുസ്ലിം മുഅ്മിനായ മനുഷ്യൻ, മറ്റൊന്ന് കാഫിറായ മനുഷ്യൻ, മറ്റൊന്ന് മുനാഫിഖായ മനുഷ്യൻ. സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യം മുഅ്മിനീങ്ങളുടെ വിശേഷം പറയുന്നുണ്ട്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആദ്യം മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയുന്നത്. രണ്ടാമത് ഇന്നല്ലദീന കഫറൂ എന്ന് തുടങ്ങി കാഫിരീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത് മുനാഫിഖീൻ വമിനല്ലദീൻ എന്ന് തുടങ്ങി മുനാഫിഖീങ്ങളുടെ വിശേഷണമാണ് പറയുന്നത്. അപ്പൊ 3 കൂട്ടരാണ് മനുഷ്യരിലുള്ളത്. ഒന്ന് കാഫിർ, മറ്റൊന്ന് മുനാഫിഖ്, മറ്റൊന്ന് മുഅ്മിൻ. അപ്പം മുസ്ലിം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അത് ഏകദൈവ വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിച്ച, പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആളുകളാണ് മുഅ്മിൻ എന്ന് നമുക്കറിയാം. കാഫിർ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഇല്ലാത്ത ആള്, ഏകദൈവ വിശ്വാസം ഇല്ലാത്ത ആളാണ് കാഫിർ. അതിനെ നിഷേധിക്കുന്ന ആളാണ് കാഫിർ, അതിനെ തള്ളിപ്പറയുന്ന ആളാണ് കാഫിർ. മുനാഫിഖ് എന്ന് പറഞ്ഞാലോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ടീമാണ്. ആ ടീമിന്റെ സ്വഭാവം അതിൽ പറയുന്നുണ്ട്. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. അവൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ മുഅ്മിനാണ്. കാഫിരീങ്ങളുടെ കൂട്ടത്തിലേക്ക് പോയി പറഞ്ഞാൽ ഞാൻ കാഫിറാണ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പോയിട്ട് പറയും ഇദാ ലഖുല്ലദീന ആമനൂ ഖാലു ആമന്ന, ഞാൻ മുഅ്മിനാണ്, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. വഇദാ ലഖുല്ലദീന ഖാലു, അവർ പറയും ആമന്ന വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅകും. ഷയാത്തീന്റെ കൂട്ടത്തിൽ, അവിശ്വാസികളുടെ കൂട്ടത്തിൽ പോയാൽ ഖാലു ഇന്നാ മഅകും, നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറയും. രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സ്വഭാവം, അതാണ് കപട വിശ്വാസികൾ. ഈ കപട വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ മുനാഫിഖൂൻ എന്നൊരു സൂറത്ത് തന്നെ പഠിച്ചിറക്കിയിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു സൂറത്ത് ഇറക്കിയതുപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂൻ എന്നൊരു സൂറത്ത് പഠിച്ചിറക്കിയിട്ടുണ്ട്.
സൂറത്തുൽ കാഫിറൂൻ എന്ന സൂറത്ത് പറയും. അവരൊരു പ്രാധാന്യം. സൂറത്തുൽ മുഅ്മിനൂനുണ്ട്, സൂറത്തുൽ കാഫിറൂനുണ്ട്, സൂറത്തുൽ മുനാഫിഖൂനുണ്ട്. അപ്പൊ മുനാഫിഖ് എന്നൊരു ടീം എപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന, അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ പുറത്ത് അത് വല്ലാതെ പ്രകടിപ്പിക്കും. അങ്ങനെ തനി മുനാഫിക്കങ്ങൾ ആയി മാറുന്ന സ്വഭാവം ഒരു പക്ഷേ വിശ്വാസികളിൽ നിന്നും ഉണ്ടാകാം. അത്രയും ജാഗ്രതയോടുകൂടി നിങ്ങൾ അത് കാണണമെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമുക്ക് തോന്നും ആ മുനാഫിക്കങ്ങളായ ടീം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. തീർത്തും മുനാഫിക്കങ്ങളായ ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ യാതൊരു വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ അവർ പള്ളിയിൽ വരും, എന്നിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ അവരുടെ കൂട്ടത്തിലേക്ക് ചെന്നാൽ അവര് ഇസ്ലാമിനെ തള്ളിപ്പറയും, അല്ലെങ്കിൽ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന കൂട്ടത്തിലായിരിക്കും അവരുണ്ടാകുക. പ്രത്യക്ഷത്തിൽ അവർ പറയും ഞങ്ങൾ മുസ്ലിമാണ്. വളരെ കൃത്യമായി പച്ചയായി പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഉണ്ട്. അത് BJPയുടെ ഒരു കീഴ്ഘടകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം പേരുകളുള്ള, തങ്ങളെ പേരുള്ള, മൗലവിമാരെ പേരുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന സംവിധാനമുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അവർ മുസ്ലിങ്ങളാണെന്ന് പറയും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസവും ഇല്ല. അവർ മുസ്ലിമീങ്ങളാണെന്ന് മുസ്ലിമീങ്ങളെ കൂട്ടത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അതിന്റെ താല്പര്യം എന്താണ്? രാഷ്ട്രീയ ലാഭമാണ്. അവർ സമസ്തയുടെ ആളുകൾ വന്ന് കാണും, മുസ്ലിം പണ്ഡിതന്മാർ വന്ന് കാണും, പള്ളി വന്ന് സന്ദർശിക്കും. ഈ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അമ്പലത്തിൽ പോകും, ചർച്ചിൽ പോകും. അവരുടെ താല്പര്യം എന്താണ്? രാഷ്ട്രീയം. അഥവാ രാഷ്ട്രീയം തലക്ക് പിടിച്ച് എന്നിട്ട് ആ രാഷ്ട്രീയത്തിന്റെ നടത്തിപ്പിന് വേണ്ടി മതം വിശ്വസിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കുന്നവർ ആരെല്ലാം ഉണ്ടോ അവർ മുഴുവൻ, ആ മുസ്ലിം പേരുള്ളവരാണെങ്കിലും മുസ്ലിം പേരില്ലാത്തവരാണെങ്കിലും അവന് കാഫിർ എന്ന് പറയാൻ പറ്റില്ല, അവന്റെ പേരാണ് മുനാഫിഖ്. അങ്ങനെ ഒരു സ്വഭാവക്കാർ ഇവിടെ ഉണ്ടാകും. എന്നിട്ട് വളരെ ജാഗ്രതയോടുകൂടി പറഞ്ഞത്, നിങ്ങൾ മുനാഫിക്ക് ആയി പോകരുത്. 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തനി മുനാഫിക്കാണ്. എന്ന് പറഞ്ഞാൽ മുനാഫിക്കങ്ങളുടെ സ്വഭാവമാണ് അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളും തനി മുനാഫിക്കായിട്ട് പോകും. അതിലൊന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق. ആ നിഫാഖിന്റെ തനി പകർപ്പായിരിക്കും നിങ്ങളിലും ഉണ്ടാവുക. അതുകൊണ്ട് 4 കാര്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത്തത് വിശ്വസിച്ചാൽ വഞ്ചിക്കുക. അതാണ് ഒന്നാമത്തത്. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. വിശ്വസിപ്പിച്ച് വഞ്ചിക്കാം. ഞാൻ നിങ്ങളെ കൂടെയാണെന്ന് വിശ്വസിപ്പിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ വഞ്ചനയാണ്. അവരുടെ ലക്ഷ്യം തന്നെ വഞ്ചനയാണ്. നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം രാഷ്ട്രീയ മഞ്ച് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. RSSന്റെ BJPയുടെ കീഴ്ഘടകമാണ്. നമ്മൾ നിങ്ങളെ കൂടെയാണെന്ന് വിശ്വസിപ്പിക്കുക, എന്നിട്ട് ചതിക്കുക. ഇതവരുടെ സ്വഭാവമാണ്, മുനാഫിക്കിന്റെ സ്വഭാവമാണത്. അത്തരം ഒരു സ്വഭാവം നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ നിങ്ങളും മുനാഫിക്കാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനുഷ്യ ബന്ധങ്ങളെ അറുത്തുമാറ്റുന്ന, സാമൂഹിക ബന്ധങ്ങളെ അറുത്തുമാറ്റുന്ന, കുടുംബ ബന്ധങ്ങളെ അറുത്തുമാറ്റുന്ന, സൗഹൃദ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വളരെ വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. ഒരു കാര്യം പരസ്പരം വിശ്വാസത്തിലായി, എന്നെ ഒരാൾ വിശ്വസിച്ചു, എന്നിട്ട് ആ വിശ്വാസം മുതലാക്കിയിട്ട് അവരെ ഞാൻ വഞ്ചിക്കുക. അത് ഭയങ്കര തെറ്റുള്ള, ഭയങ്കര കുറ്റമുള്ള ഒരു കാര്യമാണ്. എനിക്കറിയാം, എൻ്റെ കയ്യിലുള്ള ഈ മൊബൈൽ നല്ല കംപ്ലൈൻ്റാണ്, എനിക്കറിയാം. എന്നിട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാം, ഇത് നല്ല മൊബൈലാണ്, എനിക്ക് വേണം. എന്നിട്ട് ഈ സാധനം ഞാൻ നോക്കി വിൽക്കുക. വിറ്റ് കഴിഞ്ഞ് അതിൽ കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത്, ഞാൻ
തരുന്ന സമയത്ത് കംപ്ലൈന്റ് ഇല്ല. അതാണ് പരസ്യമായ ഒരു വഞ്ചന. വിശ്വസിച്ച് പരസ്പരം വിശ്വാസം പുലർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് സുഹൃത്തുക്കൾ അതിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് അവനെ ചതിക്കാം. എൻ്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്, അതിനെന്തോ മേജർ പ്രശ്നം ഉണ്ടായ സമയത്ത് എനിക്കത് വിൽക്കണം. എനിക്ക് വിൽക്കണമെങ്കിൽ അതിൻ്റെതായ ഓപ്ഷൻ വേറുണ്ട്. ആ വണ്ടിയുടെ മാർക്കറ്റിനനുസരിച്ച് അതിന് വില കിട്ടും. എന്നിട്ട് ആ ഒരു സംഗതി മറച്ചു വെച്ച് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഞാനത് വിൽക്കാം. എത്തി കഴിഞ്ഞ് ഓനെ എടുത്തു കഴിഞ്ഞ് കാശ് എടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. അതാണ് വഞ്ചന എന്ന് പറയുന്നത്. ഈ ഒരു സ്വഭാവം മുനാഫിക്കിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തേത് എന്താണ്? വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയലാണ്. മൂന്നാമത്തേത് വൈദാ ആഹദ ഖദറ, ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ വീഴ്ച വരുത്തലാണ്. നാലാമത് വൈദാ ഖാസമ ഫജറ, പിണങ്ങിക്കഴിഞ്ഞാൽ ചീത്ത വിളിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.